കോടതിയിൽ ഹാജരാക്കുന്നതിനായി അവരെ കൊണ്ടുവരികയാണ് പ്രതികളെ. പതിനഞ്ച് വർഷം മുൻപാണ് കലയെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ തള്ളിയത്. ഇതിലെ പ്രതികളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നത്. ഒരാൾ വിദേശത്താണ്. അയാളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ശ്രമങ്ങൾ വിവരങ്ങളുമായി ഷിനോജ് ചേരുന്നു. ഷിനോജ്, പ്രതികളെ കോടതിയിലേക്ക് ഹാജരാക്കാനായി കൊണ്ടുപോവുകയാണോ? അതെ മോദി, ഇത് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 3 പ്രതികളുമായി പോലീസ് സംഘം ഇപ്പോൾ ചെങ്ങന്നൂർ കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. SP ആലപ്പുഴ SP ആയിട്ടുള്ള ചൈത്ര തെരേസ ജോൺ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതികൾക്ക് ഒപ്പമുണ്ട്. ഇത്രയും നേരത്തെ പറഞ്ഞിരുന്നതിൽ നിന്ന് കാലതാമസം വരും. 3-3.5 മണിക്കൂർ ഇപ്പോൾ സമയം കൂടുതലായി എടുത്തിട്ടുണ്ട്. അതിനവർ പറഞ്ഞ വിശദീകരണം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിലുള്ള തെളിവുകളുടെ ക്രോഡീകരണമാണ്. നിലവിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ ക്രോഡീകരണം അതിന് കുറച്ച് സമയം അധികം എടുത്തു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഈ സമയത്തെ കാലതാമസം നേരിട്ടത് എന്നുള്ള വിശദീകരണമാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. എന്തായാലും രാവിലെ 10:45 ഇവിടെ നിന്ന് ഇറങ്ങി 11:30 കോടതിയിൽ എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ താമസം എടുത്തിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും പോലീസ് വാഹനം ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഒരു അരമണിക്കൂർ സമയമാണ് നിലവിൽ ചെങ്ങന്നൂർ കോടതിയിലേക്ക് എത്തുന്നതിന് വേണ്ടത്. എന്തായാലും ഇതിന്റെ ഇടയ്ക്ക് ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രതികളുടെ വൈദ്യപരിശോധനയ്ക്ക് ഇറക്കുമോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ സൂചനകളൊന്നും തന്നെ പോലീസ് ഇതുവരെ നമുക്ക് നൽകിയിട്ടില്ല. ഒരുപക്ഷെ ഈ പ്രതികളുടെ വൈദ്യപരിശോധന നേരത്തെ തന്നെ പൂർത്തിയാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് വ്യക്തമായൊരു സൂചന നിലവിൽ പോലീസിന്റെ ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ പോലീസ് തുടരുന്ന ഒരു അവ്യക്തത, രഹസ്യ സ്വഭാവം ഇതിപ്പോഴും തുടരുകയാണ്. കൃത്യമായി എങ്ങനെയാണ് ഇനി നേരിട്ട് കോടതിയിലേക്കാണോ അതോ ആശുപത്രിയിലേക്കാണോ എന്ന് സംബന്ധിച്ച് വ്യക്തത ഇനിയും വരാനുണ്ട്. ഷിനോജ്, ഈ ഒപ്പമുള്ള ഒരു പ്രതിക്ക് വേണ്ടി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള നടപടികൾ പോലീസ് ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കും അല്ലേ? ഈ കേസിൽ കൃത്യമായി തന്നെ പോലീസിന് സമയമുണ്ടായിരുന്നു. ധൃതി പിടിക്കേണ്ട ഒരു കാര്യം തന്നെ ഇല്ലായിരുന്നു. കാരണം ഈ റൂമക്കത്തിന്മേൽ തുടങ്ങിയ ഒരു അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ 2 മാസം എടുത്ത് ഈ 1-ാം പ്രതിയായിട്ടുള്ള അനിൽ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പോലീസിന് ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിൽ നമുക്ക് മനസ്സിലാക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ 1-ാം പ്രതി എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു വാർത്ത, ഇത്തരത്തിൽ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധന ഒക്കെ നടത്തിയതിനു ശേഷം ഇത്തരത്തിൽ അനിലിനെ തേടി കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യമൊന്നും നിലവിൽ ഇല്ലായിരുന്നു. കാരണം അത് പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാകും 1-ാം പ്രതി എന്നുള്ള വിവരമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഈ പോലീസ് നിലവിൽ ഈ 3 പ്രതികളുമായി 2-ാം പ്രതിയായിട്ടുള്ള സോമരാജ്, അതുപോലെ തന്നെ 3-ാം പ്രതിയായിട്ടുള്ള ജിനു, 4-ാം പ്രതിയായിട്ടുള്ള പ്രമോദ്, ഈ 3 പ്രതികളുമായി നിലവിൽ ചെങ്ങന്നൂർ കോടതിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ 3 പ്രതികളുമായി പോലീസ് സംഘം ചെങ്ങന്നൂർ കോടതിയിൽ എത്തിച്ചേരും. വണ്ടി ഈ 3 പ്രതികളെയും കൊണ്ട് പോലീസ് ഇപ്പോൾ ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കാനായി പുറപ്പെടുകയാണ്. വഴിയിൽ പ്രതികളുടെ വൈദ്യപരിശോധന നടത്തുമോ എന്ന് സംബന്ധിച്ച് വിശദാംശങ്ങൾ ലഭ്യമല്ല. അക്കാര്യങ്ങളൊന്നും പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. കേസിലാകെ 4 പ്രതികളാണുള്ളത്. അതിൽ 3 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോകുന്നത്. ചെങ്ങന്നൂർ കോടതിയിലാണ് ഹാജരാക്കുക. മാസങ്ങൾക്ക് മുൻപ് പോലീസിന് ലഭിച്ച ഒരു ഊമക്കത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിൽ അന്വേഷണം പുനരാരംഭിച്ചത്. തുടർന്നാണ് ചില കണ്ടെത്തലുകളിലേക്ക് പോലീസ് എത്തിയതും